തീർച്ചയായും അതിജീവനത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വലിയ ദുരന്തം നമ്മളെ തേടിയെത്തി. അതിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. നമ്മളെല്ലാവരും ചേർന്ന് രക്ഷപ്പെട്ടവരെ കൈപിടിച്ചുയർത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നു. ആളുകൾക്കായുള്ള തിരച്ചിലുകൾ നടത്തുന്നു. ഇപ്പോൾ കൂടുതൽ ഏത് രീതിയിൽ അവരെ പഴയ ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു ചെറിയ അളവിലേക്കെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന നിലയ്ക്കുള്ള അന്വേഷണമാണ് നടത്തുന്നത്, പ്രവർത്തനങ്ങളാണ്. അത് മാനസികാരോഗ്യം അവർക്ക് നൽകിക്കൊണ്ട് അവരിലെ നഷ്ടപ്പെട്ട ഒരു ചിരിയുടെ ഛായ അവരുടെ മുഖത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഇന്നലെയും കണ്ടതാണ്. അധ്യാപകരും ഡോക്ടർമാരും ഒക്കെ ചേർന്ന് ക്യാമ്പുകളിൽ അല്പം പാട്ടുകൾ പാടുന്നതും അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷം നടത്തുന്നത്, അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയും ഇന്നലെ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അവർ കേക്കുകൾ പകർന്നു നൽകിയത്. ഒരു വയോധികനായ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം അവിടെ സംഘടിപ്പിക്കുകയായിരുന്നു. സങ്കടത്തോടെയാണ് അവർ മധുരം പരസ്പരം കൈമാറിയത്. പക്ഷേ ഇത് അതിജീവനത്തിൻ്റെ തുടക്കമാണ്. നമ്മളിതാ ആ കണ്ട അല്ലെങ്കിൽ അനുഭവിച്ച ദുരന്തത്തെ നമ്മൾ മറികടക്കാൻ ഒരുങ്ങുകയാണ് എന്ന പ്രതീതിയുമായാണ് ആ മധുരം പോലും പരിഗണിക്കപ്പെടുന്നത്. കാരണം ഇനിയുള്ള ഓരോ നിമിഷവും, ഇനിയുള്ള ഓരോ പ്രവൃത്തികളും, ഓരോ വാക്കുകളും ചിന്തകളും ഒക്കെ വയനാട്ടിലെ മുണ്ടക്കയിലെയും ചൂരൽമലയും അട്ടമലയിലെയും പുഞ്ചിരിമെട്ടിലെയും എല്ലാം ജനങ്ങളെ തിരികെ നിങ്ങളിതാ സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഒരു സമൂഹം ഒന്നടങ്കം ഇവിടെ ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ ഇന്നലെ മോഹൻലാൽ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞത്, ഇപ്പോഴൊക്കെ എല്ലാവരും ഉണ്ടാകും, പിന്നെ എല്ലാവരും പോകും, ഞങ്ങൾ ഒറ്റയ്ക്കാകുമെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കാകില്ല എന്ന് ഉറപ്പ് നൽകാൻ കൂടിയാണ് വന്നത്. അതായത് അവരൊറ്റയ്ക്കാകാതിരിക്കണമെങ്കിൽ അവർക്ക് കയറിക്കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പ്രഥമ പരിഗണന നൽകി ചെയ്യേണ്ട കാര്യം. അതിനുള്ള ശ്രമങ്ങളിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. മറ്റ് സാങ്കേതിക കാര്യങ്ങൾ, നിയമ നടപടികളൊക്കെ പ്രത്യേക ഉത്തരവ് പ്രകാരം വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വായ്പകൾ, അവരുടെ തിരിച്ചറിയൽ കടൽ, ഇതൊക്കെ അതിവേഗത്തിൽ അവർക്ക് തിരിച്ചു നൽകാൻ, നഷ്ടപ്പെട്ടതെന്നൊന്നും നമുക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ അവർക്കൊരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന്, ജനങ്ങളുടെയൊക്കെ പലവിധ മേഖലകളിൽ നിന്നുള്ള സഹായങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇനി നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ട അല്ലെങ്കിൽ നമ്മളാകെ വിറങ്ങലിച്ച് വിങ്ങിപ്പൊട്ടി നിൽക്കുമ്പോൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ച, നമ്മൾ ഈ ദുരന്തത്തെ അതിജീവിക്കുന്നു അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എത്ര ധീരമായ രീതിയിലാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ചില പ്രവർത്തനങ്ങൾ അത് സൈന്യമാണോ ചെയ്തതെന്ന് നമുക്കൊരു, കാരണം സൈന്യത്തിൻ്റെയും അല്ലെങ്കിൽ പോലീസും ഒക്കെ പല രീതിയിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആദ്യഘട്ടത്തിൽ സൈന്യം വന്നു, അവിടെ ഇൻഫൻട്രി ബറ്റാലിയൻ വന്നപ്പോൾ അവർ സഹായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. പിന്നീട് അവർ പാലം നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആളുകളെ സിപ്ലൈൻ വഴി തിരികെ ഈ ഇക്കരയിലേക്ക് എത്തിക്കുക, മുണ്ടക്കയിലൊക്കെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ ഇക്കരയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചത് നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗമാണ്.